ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഭാഗത്തു നിന്നും എന്റെ ഭാഗത്തു നിന്നും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മളെല്ലാവരും ഒരു എക്സ്ട്രാ ഓപ്പർച്യൂണിറ്റി, ഒരു എക്സ്ട്രാ ഇൻകം ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. കാരണം മിഡിൽ ക്ലാസ് ഫാമിലി മെമ്പേഴ്സ് ഇന്ത്യയിലുള്ള ഏകദേശം 34 കോടിയോളം വരുന്ന, അല്ലെങ്കിൽ 34% വരുന്ന, 40 കോടിയും അധികം വരുന്ന മിഡിൽ ക്ലാസ് ഫാമിലി മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്ക് കിട്ടുന്ന വരുമാനം, അത് എന്തെങ്കിലും ജോലിയിൽ നിന്നായിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ, ഒരു സെൽഫ് എംപ്ലോയ്മെന്റിൽ കൂടെ കിട്ടുന്ന വരുമാനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേറെ ഏതെങ്കിലും കൃഷിയിൽ കൂടെ കിട്ടുന്ന വരുമാനം ആയിക്കോട്ടെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതേസമയം തന്നെ നമുക്ക് നീഡ്സ് ഉള്ളത് പോലെ തന്നെ ഡ്രീംസും ഉണ്ട്. സോ അത്തരം ഡ്രീംസിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത്തരം സാഹചര്യത്തിൽ നിന്ന് നമുക്കൊരു വിമുക്തി നേടാവുന്ന രീതിയിൽ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമ്മൾ എന്താണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അതിനൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ, നമ്മൾക്കോ നമ്മളോടൊപ്പം സഹകരിക്കുന്ന ആളുകൾക്കോ ഒരു തരത്തിലുള്ള നഷ്ടവും ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്ന, എന്നാൽ ഒരു വലിയ ഇൻകം നമുക്ക് ഡെയിലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് നമ്മൾ അടുത്തൊരു 25 മിനിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വൺസ് മോർ വെൽക്കം ടു നോവാബിസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും അതിന്റെ എല്ലാ ലീഗൽ ഡീറ്റെയിൽസും ഫോളോ ചെയ്തുകൊണ്ട് 100% നമുക്കൊരു എന്താ പറയാ, ഒരു പ്യുവർ ലീഗൽ ബിസിനസ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമിൽ നമ്മളുടെ മന്ത്രി തന്നെ പറഞ്ഞത് ഡയറക്ട് സെല്ലേഴ്സിനെ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആളെ പിടിക്കുക, അല്ലെങ്കിൽ ആളുകളെ ജോയിൻ ചെയ്യിക്കുന്ന, ആളുകളെ ചേർക്കുന്ന ബിസിനസ് എന്നുള്ള ഒരു ചീത്ത പേര് ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഇല്ല. സോ അത്തരത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇപ്പൊ പ്യൂർലി ലീഗലായി മാറിയെങ്കിൽ, ഇതൊരു നല്ല പ്രൊഫഷനായി ആളുകൾ തെരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അവിടെ ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി പ്രദാനം ചെയ്യുന്ന ഒരു കമ്പനിയാണ് നോവാബിസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് അടുത്തൊരു 20 മിനിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മാനേജ്മെന്റ് ആയിരിക്കും, ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ കൊടുക്കുക, ജനങ്ങൾക്ക് നഷ്ടമില്ലാത്ത ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്രോഡക്റ്റുകൾ കൊടുക്കുക, അതുപോലെ തന്നെ എല്ലാവർക്കും വരുമാനം സമ്പാദിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നല്ല ഇൻകം ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, ഒപ്പം തന്നെ ലീഡേഴ്സിന്റെ സപ്പോർട്ട്, 4 കാര്യങ്ങൾ ഓക്കെ ആകുമ്പോഴാണ് ഒരു കമ്പനി ഏറ്റവും നല്ല കമ്പനി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അതിലെ 100% ഈ 4 കാര്യങ്ങൾക്കും 100ൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് നോവാബിസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2022 ശ്രീ ബാലഗോപാൽ ജ്വല്ലേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ മദർ സ്ഥാപനത്തിന്റെ കീഴിൽ നോവാബിസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിൽ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് 2022 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് നോവാബിസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. പക്ഷേ ഇപ്പോ ഇതൊരു ബ്രാൻഡ് ന്യൂ ബിസിനസ് ആണ്. കാരണം ഇതിനു മുമ്പ് ഇവർക്ക് ഉണ്ടായിരുന്ന ഒരു പ്ലാനിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി കൂടുതൽ ഇൻകം ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ കുറച്ചും കൂടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്ലാനുമായിട്ടാണ് കമ്പനി ഇപ്പൊ എത്തിയിട്ടുള്ളത്. സോ അതിന്റെ ഏറ്റവും ആദ്യത്തെ എന്താ പറയാ, ഒരു സ്റ്റേജിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻട്രി ചെയ്യാൻ സാധിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ഓക്കെ, ഇനി നമുക്കറിയുന്നത് പോലെ ഒരു പ്രോഗ്രാം ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഇന്ന് ലീഗലായെങ്കിൽ അതിലേക്ക് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു കമ്പനി 100% ലീഗലായാൽ മാത്രമേ ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നോവാബിസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും ഫോളോ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മുടെ മദർ കമ്പനി ശ്രീ ബാലഗോപാൽ ജ്വല്ലേഴ്സ് എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ എന്തായിരിക്കും ഇതിന്റെ പ്രോഡക്റ്റ് എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ഗസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഒരു ജ്വല്ലറി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ജ്വല്ലറിയിൽ സാധാരണ എന്താണ് കൊടുക്കുക? ഗോൾഡ്, ഡയമണ്ട്, സിൽവർ. ഇത് തന്നെയാണ് നമ്മുടെയും പ്രോഡക്റ്റ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു തരത്തിലും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു നഷ്ടവും വരാത്ത രീതിയിൽ വാങ്ങിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നോവാബിസിന്റെ പ്രോഗ്രാം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഗോൾഡ് ആണ്, മറ്റൊന്ന് സിൽവർ ആണ്, മറ്റൊന്ന് ഡയമണ്ട് ആണ്. അതിൽ ഗോൾഡിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പം ഏത് ജ്വല്ലറിയിൽ പോയാലും നമുക്ക് 916 ഗോൾഡ് ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഗോൾഡ് വെറും 916 ആണെന്ന് വെറുതെ പറയുന്നതല്ല. അതിൽ ആ പ്യൂരിറ്റിക്ക് വേണ്ടി 916 22 ക്യാരറ്റ് ഗോൾഡ് എന്നുള്ളതിന്റെ പ്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് നൽകുന്ന HUID മാർക്കുള്ള ഗോൾഡ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഗോൾഡിന്റെ എന്താ പറയാ, അതിന്റെ ക്വാളിറ്റി ഒക്കെ പല തരത്തിലുണ്ട്. അതിൽ 24 ക്യാരറ്റ് ഉണ്ട്, 22 ക്യാരറ്റ് ഉണ്ട്, 20 ക്യാരറ്റ് ഉണ്ട്, 18, 14 അങ്ങനെയൊക്കെ വരും. അപ്പൊ അതിൽ ഈ 14 ക്യാരറ്റും അതുപോലെ തന്നെ 9 ക്യാരറ്റും 18 ക്യാരറ്റും ഒക്കെ സാധാരണ ഡയമണ്ട് ഉപയോഗിക്കുന്ന ഓർണമെന്റ്സിലാണ് വരുന്നത്. മറ്റുള്ളത് 20ഉം 22ഉം ആണ് നമുക്ക് മാക്സിമം ജ്വല്ലറികളിൽ നിന്ന് കിട്ടുന്നത്. 24 ക്യാരറ്റ് പിന്നെ തങ്കമാണ്, പ്യുവർ ഗോൾഡ് ആണ്. അത് നമുക്ക് ആഭരണമാക്കിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷെ ചുരുക്കം ചില ജ്വല്ലറികളെങ്കിലും 22 ക്യാരറ്റിന്റെ വിലയ്ക്ക് 20 ക്യാരറ്റ് ജ്വല്ലറി വിൽക്കാറുണ്ട്. അതിലും 916 BIS ഹോൾമാർക്ക് ഇട്ടിട്ട് അവർ വിൽക്കാറുണ്ട്. അതുകൊണ്ടാണ് പല ജ്വല്ലറികളുടെയും ജ്വൽസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അവരുടെ തന്നെ കടയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ആ മാർക്കറ്റ് റേറ്റ് കിട്ടും. വേറെ ഏതെങ്കിലും ജ്വല്ലറിയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കമ്മിയാക്കാറുണ്ട്. ഇത് മാറ്റ് കുറവാണ്, ക്യാരറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് കമ്മിയാക്കാറുണ്ട്. അതിന്റെ കാരണം ഇതാണ്. അപ്പോൾ ചെറിയൊരു അതിന്റെ ആ ഒരു പ്യൂരിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. എല്ലാ ജ്വല്ലറിക്കാരും അങ്ങനെയാണെന്നല്ല, ചുരുക്കം ചില ജ്വല്ലറികൾ അങ്ങനെയും ഉണ്ട്. പക്ഷെ ഇവിടെ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഗോൾഡ് എല്ലാം തന്നെ പ്യുവർ HUID ഹോൾമാർക്ക് ഉള്ളതാണ്. എന്താണ് HUID എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹാൾമാർക്ക് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ ആണ്.
HUID എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോവാബിസിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഗോൾഡ്, അത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ആ ഓർണമെന്റിൽ, അതൊരു റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബാങ്കിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ശരി, ആ ഒരു പ്രൊഡക്റ്റിൽ ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ നമ്മൾ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ആ ഓർണമെന്റ് എന്താണെന്നും അതിന്റെ തൂക്കം എത്രയാണെന്നും അതിന്റെ പ്യൂരിറ്റി എത്രയാണെന്നും ഗവൺമെന്റ് വെബ്സൈറ്റിൽ കിട്ടും. അപ്പൊ ഇതൊരു യുണീക്ക് ഐഡന്റിറ്റി നമ്പറാണ്. നമ്മുടെ ആധാർ നമ്പറിനൊക്കെ പോലെ യുണീക്ക് ഐഡന്റിറ്റി നമ്പറാണ്. ഇവിടെ ഒരു തരത്തിലുള്ള ഒളിവും മറവുകളും ഇല്ല. ഇത്തരത്തിൽ HUID ഗോൾഡ് കൊടുക്കുന്ന ജ്വല്ലറീസും മറ്റുള്ള ജ്വല്ലറീസും ഉണ്ട്. ഇപ്പൊ തനിഷ്ക് ഒക്കെ HUID ഗോൾഡ് മാത്രമാണ്, ടാറ്റയുടെ തനിഷ്ക് വിറ്റുകൊണ്ടിരിക്കുന്നത് HUID ഗോൾഡ് മാത്രമാണ്. അത്തരത്തിൽ HUID ഹോൾമാർക്ക് BIS ഹോൾമാർക്കോട് കൂടി 916 ഗോൾഡ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ നോവാബിസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. ഇങ്ങനെയാണ് അതിന്റെ ഹാൾമാർക്കും അതിന്റെ ആ നമ്പറും ഒക്കെ വരിക. ഇത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ ഈ പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യാം. ഒന്ന്, ഗോൾഡ് വാങ്ങിച്ചുകൊണ്ട് നോവാബിസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയിലേക്ക് ഒരു കസ്റ്റമർ ആയിട്ടോ അതല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ എന്നുള്ള രീതിയിലോ നമുക്ക് എൻ്റർ ആവാം. ഒന്ന് ഗോൾഡ് വാങ്ങിച്ചിട്ട് എൻ്റർ ആവാം, അതല്ലെങ്കിൽ സിൽവർ വാങ്ങിച്ചിട്ട് എൻ്റർ ആവാം. ഗോൾഡ് എന്ന് പറയുമ്പോൾ മിനിമം 2 ഗ്രാമെങ്കിലും വാങ്ങിക്കണം. ഇന്നത്തെ ഒരു വിലയ്ക്ക് ഏകദേശം എന്താ പറയുക ഒരു 20,000 അടുത്ത് അതിനുള്ള ഒരു വില വരും. പക്ഷെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, കൂടുതലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അറിയാലോ, എല്ലാവർക്കും 20,000 രൂപ കൊടുത്തൊന്നും ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലേക്ക് എൻ്റർ ആവുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. പക്ഷെ ഇവിടെ നമ്മൾ 2 ഗ്രാം ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. എങ്കിൽ പോലും നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഗോൾഡിന്റെ പ്ലാൻ അല്ല, സിൽവറിന്റെ പ്ലാൻ ആണ്. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഗോൾഡിന്റെ പ്ലാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഗോൾഡ് വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളുടെ വീടുകളിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് വാങ്ങിക്കാറുണ്ട് അല്ലേ. അത്തരത്തിൽ വാങ്ങിക്കുന്ന ഗോൾഡ് എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം, നമ്മുടെ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളത് പറഞ്ഞിട്ട് സിൽവറിന്റെ പ്ലാനിലേക്ക് ഞാൻ പോവാം. ഓക്കെ, ഇവിടെ നമ്മൾ ഗോൾഡ് 2 ഗ്രാം ഗോൾഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് നോൺ വർക്കിംഗ് ബെനിഫിറ്റും, മറ്റൊന്ന് വർക്കിംഗ് ബെനിഫിറ്റും, പിന്നെ ഫ്രാഞ്ചൈസി ബെനിഫിറ്റും ആണ്. ഇനി വർക്കിംഗ് ബെനിഫിറ്റിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, കാരണം നമ്മൾ ഗോൾഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ബെനിഫിറ്റ് എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എനിക്ക് അറിയുന്നതുകൊണ്ട് 20,000 രൂപ കൊടുത്ത് ഗോൾഡ് വാങ്ങിച്ച് 20,000 രൂപയുടെ ഗോൾഡ് റെക്കമെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത്ര പോസിബിൾ ആയിരിക്കില്ല. എങ്കിൽ പോലും അങ്ങനെ ഗോൾഡ് വാങ്ങിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക, അതിലെ നോൺ വർക്കിംഗ് പ്ലാൻ മാത്രം ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ വീടുകളിൽ ഫംഗ്ഷൻ ഉണ്ടാവാറുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളുടെ വീടുകളിൽ ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പൊ നമ്മളൊരു ഗോൾഡ് വാങ്ങിച്ചേ മതിയാവും. ആ വാങ്ങിക്കുന്ന ഗോൾഡ് നമുക്കറിയാം, ഈ ഗോൾഡ് നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കട നമ്മൾ സ്ഥിരമായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് മാത്രമായിരിക്കും നമ്മൾ ഗോൾഡ് വാങ്ങിക്കുക. കാരണം അതിന്റെ വിശ്വാസമാണ്, ഏറ്റവും നല്ല പ്യൂരിറ്റി ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അതിനേക്കാൾ പ്യൂരിറ്റിയോട് കൂടി അതിനേക്കാൾ നല്ല വിലയ്ക്ക് നമുക്ക് ഇവിടെ ഗോൾഡ് വാങ്ങിക്കുകയും ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഒരു നോൺ വർക്കിംഗ് പ്ലാനിലേക്ക് നമുക്ക് എൻട്രി ചെയ്യുകയും ചെയ്യാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 2 ഗ്രാം ഗോൾഡ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബിൽ നമ്പർ ഉണ്ടായിരിക്കും. ആ ബിൽ നമ്പർ ഒരു ക്യൂവിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പനിയുടെ ടോട്ടൽ സെയിൽസ് നടക്കുന്ന ഒരു ക്യൂവിലേക്ക് നമ്മൾ പ്ലേസ്മെന്റ് ആവും. നമ്മൾക്ക് ശേഷം കമ്പനിയിൽ നടക്കുന്ന ഓരോ സെയിൽസും നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട, നമ്മൾ ഒരാളെ റെഫർ ചെയ്യേണ്ട, നമ്മൾ ഒരാളോട് ഈ പ്ലാൻ പറയേണ്ട, ഒന്നും ചെയ്യേണ്ട. കമ്പനിയിൽ ഓൾ ഓവർ ഇന്ത്യയിൽ ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ഡൽഹിയിലോ ഗുജറാത്തിലോ എവിടെയെങ്കിലും ഒരു സെയിൽസ് കമ്പനിയിൽ നടക്കുകയാണെങ്കിൽ ആ ബില്ല് നമ്മുടെ താഴെയാണ് പ്ലേസ് ആവുക. അതൊരു ഓട്ടോ ക്യൂ സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ വാങ്ങിച്ച ചിലപ്പോൾ 2 ഗ്രാം ആയിരിക്കും, പക്ഷെ നമ്മുടെ ടീമിൽ, നമ്മുടെ അല്ല, ചിലപ്പോൾ പിന്നീട് ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടായിരിക്കും. ഏകദേശം 32 ഗ്രാമോ മറ്റോ ആണ് അയാൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ ഒരാൾ വാങ്ങിക്കുന്നത് നമ്മുടെ താഴെ ആയിരിക്കും പ്ലേസ്മെന്റ് ആവുക. പിന്നീട് ഒരാൾ ഡൽഹിയിൽ വാങ്ങിച്ചു, അത് അതിന്റെ താഴെ പ്ലേസ്മെന്റ് ആവും. പിന്നീട് ഒരാൾ കോയമ്പത്തൂരിൽ വാങ്ങിച്ചു, അത് അതിന്റെ താഴെ പ്ലേസ്മെന്റ് ആവും. ഇതിങ്ങനെ ഒരു ഓട്ടോ ക്യൂ സിസ്റ്റത്തിൽ ഇങ്ങനെ പ്ലേസ്മെന്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബില്ലിന്റെ താഴെ, നമ്മൾ അടിച്ചിട്ടുള്ള ബില്ലിന്റെ താഴെ നമ്മൾക്ക് കൊടുത്തതിന് ശേഷം കമ്പനിയിൽ ടോട്ടൽ 50 ഗ്രാം ഗോൾഡിന്റെ വിൽപ്പന നടന്നാൽ നമ്മൾക്ക് കമ്പനി ഒരു 10,000 രൂപ ഇൻകം ആയിട്ട് തരും. നോക്കൂ, നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ 2 ഗ്രാം ഗോൾഡ് വാങ്ങിച്ചു, കൊടുത്ത പൈസയ്ക്ക് മാർക്കറ്റ് വിലയ്ക്ക്, HUID ഗോൾഡ് ആണ്, അപ്പൊ നമ്മൾ തനിഷ്കുമായിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത്തരത്തിൽ നമുക്ക് HUID ഗോൾഡിന് തനിഷ്കിലൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരെക്കാൾ വില കുറഞ്ഞ വിലയ്ക്ക് നമുക്കിവിടെ ഗോൾഡ് കിട്ടി. മാത്രമല്ല നമ്മുടെ താഴെ ഒരു 50 ഗ്രാം ഗോൾഡ് കമ്പനിയിൽ സെയിൽ ആകുമ്പോൾ ചിലപ്പോൾ അത് 1 മാസം കൊണ്ടാവും, ചിലപ്പോൾ 45 ദിവസം കൊണ്ടാവും, ചിലപ്പോൾ 15 ദിവസം കൊണ്ടാവും, അത് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു 10,000 രൂപ ഇൻകം കിട്ടി. നമ്മൾ എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ഇത് മാത്രമല്ല, ഇവിടെ രണ്ടാമത്തെ ഒരു പൂളിലേക്കും കൂടെ നമ്മളിങ്ങനെ ഒരു 10,000 രൂപ ഇൻകം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഒരു പൂളിലേക്ക് മാറും. അങ്ങനെ സെക്കൻഡ് പൂളിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് നമ്മൾക്ക് അടുത്ത് ആരാണോ ഇങ്ങനെ 50 ഗ്രാം ഗോൾഡ് വാങ്ങിച്ചു വരുന്നത് അവർ നമ്മുടെ ഈ സെക്കൻഡ് പൂളിൽ നമ്മുടെ താഴെ വന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഓരോരുത്തരും നമ്മുടെ താഴെ ഇങ്ങനെ പ്ലേസ് ആയിക്കൊണ്ടിരിക്കും. ടോട്ടൽ കമ്പനിയിൽ 650 ഗ്രാമിന്റെ സെയിൽസ് നടക്കുന്ന സമയത്ത് വീണ്ടും നമുക്കൊരു 50,000 രൂപ ഇൻകം കിട്ടും. കൂടാതെ ഒരു 3 ഗ്രാം ഗോൾഡും കിട്ടും. ഓക്കെ, ടോട്ടൽ നമുക്ക് 60,000 രൂപയും ഒരു 3 ഗ്രാം ഗോൾഡും വെറും 2 ഗ്രാം ഗോൾഡ് വാങ്ങിച്ച് ഈ ഒരു ക്യൂവിലേക്ക് കയറി നിന്നു എന്നുള്ളതിന്റെ പേരിൽ നമുക്ക് ഇൻകം കിട്ടും. ചിലപ്പോൾ ഇത് 1 വർഷം ആവും തന്നെ വെച്ചോളൂ. 1 വർഷമായാലും ഇപ്പൊ എന്താ നഷ്ടം? നമ്മൾ വാങ്ങിച്ച ഗോൾഡിന് എന്തായാലും വില കൂടിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. വില ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1 വർഷം കഴിഞ്ഞ് ഇന്ന് നമ്മൾ വാങ്ങിയ വിലയ്ക്ക് എന്തായാലും ഗോൾഡ് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ വാങ്ങിച്ച സാധനത്തിനും വില കൂടി, കൂട്ടത്തിൽ ഒരു 3 ഗ്രാം ഗോൾഡും ഫ്രീ ആയിട്ട് കിട്ടി, ഒരു 60,000 രൂപ ഇൻകം കിട്ടി. അത്തരത്തിൽ ഒരു നോൺ വർക്കിംഗ് പ്ലാൻ ഇവിടെ ഉണ്ട്. അത് കൂടാതെ ഒരു വർക്കിംഗ് പ്ലാൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ എന്തായാലും കൂടുതലായിട്ട് പറയുന്നില്ല. ഫ്രാഞ്ചൈസി ബെനിഫിറ്റ്സ് ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ ഒരു ഗോൾഡ് വാങ്ങിക്കാൻ എന്റെ കയ്യിൽ കാശില്ല സാറേ, അതാണ് ഇപ്പോഴത്തെ എന്റെ പ്രശ്നം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്ലാനും കൂടെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതാണ് നോവാബിസിന്റെ സിൽവർ പ്ലാൻ. ഓക്കെ,
ഇപ്പൊ നമുക്ക് 2 ഗ്രാം ഗോൾഡ് വാങ്ങിക്കാനുള്ള പൈസയാണ് പ്രശ്നമെങ്കിൽ നമുക്ക് ആ 2 ഗ്രാം ഗോൾഡ് വാങ്ങിക്കാനുള്ള പൈസ നോവാബിസിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, വെറും 3500 രൂപയുടെ ഒരു പർച്ചേസ് ചെയ്യാം. വെറും 3500 രൂപയുടെ ഒരു പർച്ചേസ് നമ്മൾ ചെയ്യുക. 3500 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 25 ഗ്രാം സിൽവറിന്റെ എന്തെങ്കിലും ഒരു ഓർണമെന്റ്സ് നമുക്ക് കിട്ടും. അത് പല ടൈപ്പിലുണ്ട്. ബ്രേസ്ലെറ്റ് ഉണ്ട്, അതേപോലെ ചെയിൻ ഉണ്ട്, അതേപോലെ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. ഫോട്ടോ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു 3D പ്രൊജക്ഷനിൽ ഒരു എന്താ പറയുക ഒരു ശില്പം പോലെയൊക്കെ തോന്നുന്ന ആ ഒരു തരത്തിലുള്ള ഫോട്ടോ ഫ്രെയിം ആണ്. 25 ഗ്രാമോളം സിൽവർ ഉള്ളതാണ്. അതിലൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്, അതല്ലെങ്കിൽ പാദസരുണ്ട്, വളയുണ്ട്. വളയിൽ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഒരു മാജിക് വളയുണ്ട്. അത് ചെറുതാക്കാനും വലുതാക്കാനും പറ്റുന്ന ഒരു വളയാണ്. അതിൽ സിൽവറിൽ മെയ്ഡ് ആണ്, പക്ഷെ അതിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളത് കൂടായിട്ടുള്ള ഒരു വളയുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് നമുക്ക് വാങ്ങിക്കാം. ഇനി കൂടുതൽ വെയിറ്റ് ഉള്ളത് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ഈവൻ പൂജാപാത്രങ്ങൾ, വിളക്ക്, അത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഒക്കെ വേണമെങ്കിൽ സിൽവറിൽ അതും വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. സത്യത്തിൽ ഇവിടെ 3 പാക്കേജ് ഉണ്ട്. 3500, 7000, 14000 ഉണ്ട്. അതിന് 3500 വാങ്ങിക്കുമ്പോൾ 25 ഗ്രാമും, 7000 വാങ്ങിക്കുമ്പോൾ 50 ഗ്രാമും, 14000 വാങ്ങിക്കുമ്പോൾ നമുക്ക് 100 ഗ്രാമും സിൽവർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഏറ്റവും ചെറിയ പാക്കേജ് പറഞ്ഞു. ചെറിയ പാക്കേജിൽ വന്നിട്ട് നമുക്ക് എപ്പോഴാണോ നല്ല രീതിയിൽ ഇൻകം കിട്ടുന്നത് അപ്പൊ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് മേലത്തെ പാക്കേജിലേക്ക് നമുക്ക് വരാനും പറ്റും. എന്തായാലും 3500 രൂപയ്ക്ക് ഇന്നിപ്പോ ഇന്ത്യയിലും കേരളത്തിലും പ്രത്യേകിച്ച് നല്ല ഇൻകം കിട്ടാവുന്ന ഒരു ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഒരു നല്ല എന്താ പറയാ ഒരു നല്ല പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ട്, ഇപ്പൊ സിൽവർ ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗോൾഡ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ആരും അയ്യെന്ന് പറയാത്ത തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണല്ലോ. അത്തരത്തിലൊരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം, അതിനുവേണ്ടി ഒരു 3500 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുക എന്ന് വിചാരിച്ചാൽ പോലും നഷ്ടമില്ലാത്ത ഒരു പ്ലാൻ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് അതിന് വർത്തായിട്ടുള്ള സിൽവർ ഓർണമെന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ വളയും പാദസരവും എല്ലാം നമുക്ക് വളരെയധികം എന്താ പറയാ വർത്താണ്. അതും പ്യുവർ സിൽവർ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി അങ്ങനെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക്, പ്രോഗ്രാമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 തരത്തിലുള്ള വരുമാനം കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് 5 തരത്തിലുള്ള വരുമാനം. ഇതൊരു നോൺ വർക്കിംഗ് പ്ലാൻ അല്ല കേട്ടോ, വർക്കിംഗ് പ്ലാൻ ആണ്. സിൽവറിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ബില്ല് ചെയ്താൽ മാത്രം മതി, നമുക്ക് 60,000 രൂപ ഇൻകം 3 ഗ്രാം ഗോൾഡും കിട്ടും. പക്ഷേ സിൽവറിൽ നമ്മൾ ബില്ല് ചെയ്തിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടില്ല. ഇതൊരു വർക്കിംഗ് പ്ലാൻ ആണ്. അങ്ങനെ നമ്മൾ ഇതൊരു നല്ല ബിസിനസ് ആണ്. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടി. അതിനോടൊപ്പം ഡെയിലി 60,000 രൂപ വരെ ഇൻകം സമ്പാദിക്കാവുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഡെയിലി 60,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം 18 ലക്ഷം രൂപയായി. അപ്പൊ 18 ലക്ഷം രൂപ ഇൻകം വാങ്ങിക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വെറും 3500 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി റെക്കമെൻഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല. അങ്ങനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 തരത്തിലുള്ള വരുമാനം കിട്ടുന്നുണ്ട്. ആദ്യത്തേത് ഡയറക്റ്റ് സ്പോൺസർ ബെനിഫിറ്റ് ആണ്. രണ്ടാമത്തത് മാച്ചിങ് ബോണസ്. മൂന്നാമത്തത് ഇൻട്രൊഡ്യൂസർ ഷെയറിംഗ് ബോണസ്. നാലാമത്തത് ലെവൽ ജനറേഷൻ ബോണസ്. അഞ്ചാമത്തത് ലൈഫ് സെറ്റിൽമെന്റ് റിവാർഡുകൾ. എന്താണെന്നും കൂടെ അടുത്തൊരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവാം. ആദ്യത്തേത് നമുക്ക് ഡയറക്റ്റ് സ്പോൺസർ ബെനിഫിറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്തു. നമുക്കറിയാവുന്ന നമ്മളെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്തു, അവരും നമ്മളെപ്പോലെ 3500 രൂപയുടെ 7000-ന്റെയോ 14,000-ന്റെയോ വട്ടവർ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ എത്രയ്ക്കാണോ ബില്ല് ചെയ്ത് അതിന്റെ 5% നമുക്ക് ഡയറക്റ്റ് സ്പോൺസർ കമ്മീഷനായിട്ട് കമ്പനിയിൽ നിന്ന് കിട്ടും. ഇതെപ്പോൾ കിട്ടും? പിറ്റേ ദിവസം കിട്ടും. ഡെയിലി ക്ലോസിംഗ് ആണ്, ഡെയിലി പേ ഔട്ട് ആണ്. ഈ ബാങ്ക് ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രം, ഹോളിഡേയ്സിൽ മാത്രം ആ ദിവസത്തേക്ക് കൂടെ ചേർത്ത് അതിന്റെ തൊട്ടടുത്ത ദിവസം കമ്പനി പേയ്മെന്റ് ചെയ്യും. 5% TDS കട്ട് ചെയ്യും. കമ്പനിയുടെ സർവീസ് ചാർജും കട്ട് ചെയ്തിട്ട് ബാലൻസ് ഒരു എമൗണ്ട് ആണ് നമുക്ക് കമ്പനി തരുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻകം എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് സ്പോൺസർ ബെനിഫിറ്റ്. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും സ്പോൺസർ ചെയ്യാം. ഓരോ ഐഡിയിൽ നിന്നും 5% വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നോ ലിമിറ്റ് ആണ്. എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് എക്സ്ട്രീം ലെഫ്റ്റും എക്സ്ട്രീം റൈറ്റും ആയിട്ട് കമ്പനിയുടെ ട്രീയിൽ പ്ലേസ് ആയിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ഇൻകം, ഇങ്ങനെ നമ്മൾ 2 പേരെ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൈനറി ട്രീ ലെഫ്റ്റും റൈറ്റും ആയിട്ട് അത് പ്ലേസ്മെന്റ് ആവും. അപ്പോൾ ബൈനറി ട്രീയിൽ കൂടെ നമുക്കൊരു മാച്ചിങ് ഇൻകം വാങ്ങിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാച്ചിങ് ഇൻകത്തിന്റെ കണ്ടീഷൻ 1:1 എന്നുള്ളതാണ്. ലെഫ്റ്റ് 1 റൈറ്റ് 1 എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് 1:1 ലെഫ്റ്റും റൈറ്റും മാച്ച് ആകുമ്പോൾ നമുക്ക് 10% മാച്ചിങ് ബോണസും കൂടെ കമ്പനി തരും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ 2 പേരെ റെഫർ ചെയ്തു. ഒരാൾ ലെഫ്റ്റും ഒരാൾ റൈറ്റും പ്ലേസ്മെന്റ് ആയി വെക്കാം. 2 പേരിൽ നിന്നും 5% വെച്ച് 175 രൂപ വെച്ച് നമുക്ക് കിട്ടും. അപ്പോൾ റെഫറൽ ബോണസ് 350 രൂപയായി. മാച്ചിങ് ബോണസ് 10%, 3500 ലെഫ്റ്റ് 3500 റൈറ്റ് എന്ന് വരുമ്പോൾ നമുക്ക് 350 രൂപ അതുമായി ടോട്ടൽ നമുക്ക് 700 രൂപ ഇൻകം കിട്ടി. സോ വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സിൽ കൂടെ വെറും ഒരു പെയർ മാച്ച് ചെയ്താൽ തന്നെ നമുക്ക് 700 രൂപ ഡെയിലി കിട്ടി. അടുത്തത് നമ്മളോടൊപ്പം വന്നിട്ടുള്ള ആളുകൾക്ക് ഇതേപോലെ 700 രൂപ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 350 രൂപ മാച്ചിങ് ഇൻകം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ലെഫ്റ്റുള്ള ആൾ 350, റൈറ്റുള്ള ആൾ 350 വാങ്ങിച്ചാൽ നമുക്ക് 700 കിട്ടും. ലെഫ്റ്റുള്ള ആൾ 1000, റൈറ്റുള്ള ആൾ 1000 വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2000 കിട്ടും. അവർ 5000 വാങ്ങിച്ചാൽ നമ്മൾ 10,000. ഇങ്ങനെ നമ്മളോടൊപ്പം വരുന്ന ആളുകൾക്ക് ഇൻകം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഇൻകം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിലൊരു ലിമിറ്റ് ഉണ്ട്. 3500 രൂപയുടെ പർച്ചേസ് ആണ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ദിവസം മാക്സിമം മാച്ചിങ് ഇൻകത്തിൽ കൂടെ 10,000 രൂപയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഇൻകം. അപ്പൊ 10,000 കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ഐഡിയിൽ എഗെയിൻ ഒരു 7,000 രൂപയുടെ പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി സീലിംഗ് 25,000 രൂപയായിട്ട് മാറും. ഓക്കെ, ഇനി 25,000 രൂപ ഡെയിലി ഇൻകം വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ എഗെയിൻ ഒരു 14,000 രൂപയുടെ സെയിലും കൂടെ നമ്മുടെ ഐഡിയിൽ ചെയ്ത് കഴിഞ്ഞാൽ 60,000 രൂപയായിട്ട് ഡെയിലി നമുക്ക് സീലിംഗ് 60,000 രൂപയായിട്ട് മാറും. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം നമുക്ക് 60,000 രൂപ വരെ, അഥവാ ഒരു മാസം നമുക്ക് 18 ലക്ഷം രൂപ വരെ മാച്ചിങ് ഇൻകത്തിൽ കൂടെ മാത്രം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നോവാബിസ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻട്രൊഡ്യൂസേഴ്സ് ഷെയറിംഗ് ബോണസ്. അതായത് ആരാണോ
നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അയാൾക്ക് വരുമാനം കിട്ടുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അതായത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തി, അയാൾ ഡെയിലി എത്രയാണോ ഇൻകം വാങ്ങിക്കുന്നത് അതിന്റെ 10% ആ വ്യക്തി എത്ര പേര് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഡയറക്റ്റ് റെഫർ ചെയ്തിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും കൂടെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ആ വ്യക്തിക്ക് കിട്ടുന്ന ഇൻകം അയാൾക്ക് കിട്ടും. അതിന് 10% എടുത്ത് അയാൾ റെഫർ ചെയ്ത ആളുകൾക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അല്ലാണ്ട് അയാളുടെ ഇൻകത്തിന് കട്ട് ചെയ്തിട്ടൊന്നുമല്ല കൊടുക്കുന്നത്. ഒരാൾക്ക് 10% വെച്ചുമല്ല, മൊത്തം 10% എടുത്ത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അയാൾ 2 പേരാണ് റെഫർ ചെയ്തിട്ടില്ലെങ്കിൽ 2 പേർക്ക്, 5 പേരെ റെഫർ ചെയ്തിട്ടില്ലെങ്കിൽ 5 പേർക്ക്, ആ രീതിയിൽ ആ ഒരു ഇൻകം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് നമ്മുടെ 3ാമത്തെ ഇൻകം. ഇനി 4ാമത്തെ ഇൻകം, അപ്ലൈൻ ഇൻകം മാത്രം കിട്ടിയാൽ പോരല്ലോ, ടീം മെമ്പേഴ്സിന്റെ ഇൻകം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പേരെ റെഫർ ചെയ്തിട്ടുണ്ടോ അവർ വാങ്ങിക്കുന്ന ഇൻകത്തിന്റെ, അപ്പൊ നമുക്ക് അവർക്ക് ഇൻകം വാങ്ങിച്ചു കൊടുക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ റെഫർ ചെയ്ത ആളുകൾക്ക് എത്രയാണോ ഇൻകം വാങ്ങിക്കുന്നത് അതിന്റെ 10% നമുക്ക് ഡെയിലി കിട്ടും. ആഹാ, എത്ര സൂപ്പർ ആയിട്ടുള്ള പ്ലാൻ അല്ലേ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് 10 പേരെ കൊണ്ടുവന്നു. ആ 10 പേരും 10,000 രൂപ വെച്ച് വാങ്ങിക്കുകയാണെങ്കിൽ 10 പേരുടെ അടുത്തും 10% വെച്ച് 10,000 രൂപ ആ ഇൻകം മാത്രമേ നമുക്ക് കിട്ടും. ഓക്കെ, അത് ആണ് ലെവൽ ജനറേഷൻ ബോണസ്. ഇത് ഒരു ലെവലിൽ നിന്നും മാത്രമല്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ നമുക്ക് 6 ലെവലിൽ നിന്ന് അത് കിട്ടും. നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന ആളുകളുടെ ഇൻകത്തിന്റെ 10%, അവർ കൊണ്ടുവന്നിട്ടുള്ള ആളുകളുടെ ഇൻകത്തിന്റെ 5%, അപ്പം കൂടുതൽ എണ്ണം ഉണ്ടായിരിക്കും. ഇനി അവർ കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ അതിൽ കൂടുതൽ എണ്ണം ഉണ്ടായിരിക്കും, അതിന് 4%. അവർ കൊണ്ടുവന്ന ആളുകളുടെ 3%, അതിന്റെ താഴെ നിന്നുള്ള ലെവലിൽ നിന്ന് 2%, അതിന്റെ താഴത്തുള്ള ലെവലിൽ നിന്ന് 1%. ഇങ്ങനെ 6 ലെവലിൽ നിന്നും കൂടെ ചേർത്ത് ടോട്ടൽ 25%, നമ്മുടെ ടീം മെമ്പേഴ്സ് വാങ്ങിക്കുന്ന ഇൻകത്തിന്റെ 25% വരെ നമുക്കും ഇൻകം വാങ്ങി. നമ്മുടെ ടീമിൽ മൊത്തം ഒരു 100 ആളുകളുടെ എന്ന് വെക്കാം. ഈ 100 ആളുകളും ചേർത്ത് ഒരു ദിവസം 1 ലക്ഷം രൂപ ഇൻകം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ഇൻകം മാത്രം ഡെയിലി നമുക്ക് 25,000 രൂപ കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ, വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഇത്തരത്തിലൊരു ഇൻകം നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഇൻകം വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് വരുന്ന ഒരു പ്ലാനും കൂടെയാണ് ഈ പറഞ്ഞ 4ാമത്തെ ഒരു ഇൻകം. ഇനി അടുത്തത് റിയൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് റിവാർഡുകളാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ശരിക്കും ഈ റിവാർഡുകളെല്ലാം ഞാൻ വെറുതെ ഇരുന്നിട്ട് ഇതൊന്ന് കണക്ക് കൂട്ടി നോക്കി. ഈ ഏറ്റവും അവസാനത്തെ നോവാക്കിംഗ് എന്ന് പറയുന്ന റാങ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 2 കോടി രൂപ വൺ ടൈം റിവാർഡും 5 ലക്ഷം രൂപ വെച്ച് 60 മാസത്തേക്കും അതിനോടൊപ്പം ഒരു വില്ലയും 1 കിലോ ഗോൾഡും ഇൻകം വാങ്ങിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ ശരിക്കും നമ്മളല്ല, നമ്മുടെ ഒരു 5 തലമുറ ലൈഫിൽ സെറ്റിൽ ആയിരിക്കും. അത്രയ്ക്കും വലിയ റിവാർഡുകളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ അതെല്ലാം എന്തൊക്കെയാണെന്ന് കൂടുതൽ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അത് കണക്കാക്കുന്നത് ഒരു ID 3500 രൂപയുടെ ഒരു സെയിലിന് 0.5 പോയിന്റ് വാല്യൂ ആണ് ഇവിടെ കണക്കാക്കുന്നത്. പോയിന്റ് ആണ്, 1/2 പോയിന്റ് ആണ് കണക്കാക്കുന്നത്. ഈ പോയിന്റിന്റെ മാച്ചിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ റിവാർഡ് വരുന്നത്. ഏറ്റവും ആദ്യത്തെ റിവാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 50 പോയിന്റ് മാച്ച് ചെയ്യുമ്പോഴാണ്. ഓക്കെ, 50 പോയിന്റ് മാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ 3500ന്റെ 100 ID ലെഫ്റ്റും 100 ID റൈറ്റിലും വരുന്ന സമയത്താണ് നമുക്ക് ഈ 50 പോയിന്റ് മാച്ചിങ് ആവുന്നത്. അപ്പൊ നമുക്ക് 2500 രൂപ വൺ ടൈം ഇൻകവും 1000 രൂപ വെച്ച് 4 മാസത്തേക്കും തരും. കൂടെ ഈ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ MDയും ടോപ്പ് ലീഡേഴ്സും ഒക്കെ ഉള്ള ഒരു പ്രോഗ്രാമിലേക്ക് 2 നൈറ്റും 3 പകലും ഉൾപ്പെടുന്ന ഒരു ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനും സാധിക്കും. അടുത്തത് 150 പോയിന്റ് മാച്ച് ചെയ്യുമ്പോൾ 5000 രൂപ വൺ ടൈം റിവാർഡും 2000 രൂപ വെച്ച് 5 മാസത്തേക്കും ഒരു മൊബൈൽ ഫോണും നമുക്ക് കിട്ടും. അടുത്ത 7500 രൂപയും 3000 രൂപ വെച്ച് 5 മാസത്തിൽ, അടുത്ത 10000 രൂപ, അങ്ങനെ തുടങ്ങി ഏറ്റവും അവസാനത്തെ കോഹിനൂർ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ എത്തുമ്പോൾ 1 കോടി രൂപ റിവാർഡും 3 ലക്ഷം വെച്ച് 48 മാസത്തേക്കും കിട്ടും. അതിന്റെ അടുത്തതിൽ 2 കോടി രൂപ റിവാർഡും 5 ലക്ഷം രൂപ വെച്ച് 60 മാസത്തേക്കും കിട്ടും. അപ്പൊ ഈ നമ്മൾ ഏറ്റവും 14ാമത്തെ റാങ്കിലെത്തി 3 ലക്ഷം രൂപ വെച്ച് 48 മാസത്തേക്ക് ഉണ്ടല്ലോ, ഒരു 24 മാസം നമ്മൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അടുത്ത റാങ്കിലേക്ക് നമ്മൾ എത്തിയെന്ന് വെക്കാം. അപ്പോൾ ഈ 5 ലക്ഷവും കിട്ടും, ബാക്കി 24 മാസത്തേക്ക് 3 ലക്ഷം. ഇപ്പൊ ഓൾറെഡി 24 മാസത്തേക്കല്ലേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പൊ വീണ്ടും 24 മാസത്തേക്ക് 3 ലക്ഷം കിട്ടും. പ്ലസ് അന്ന് മുതൽ ആ മാസം മുതൽ അടുത്ത 60 മാസത്തേക്ക്, അതായത് 5 വർഷത്തേക്ക് 5 ലക്ഷം രൂപ വെച്ചും കിട്ടും. അപ്പൊ ടോട്ടൽ 8 ലക്ഷം രൂപ വെച്ച് 2 വർഷത്തേക്കും ബാക്കി 3 വർഷത്തേക്ക് 5 ലക്ഷം രൂപ വെച്ചും കിട്ടും. ഇതെല്ലാം കൂടെ നമ്മളെ ഏൺ ചെയ്യുന്ന സമയത്ത് ഏകദേശം 200 കോടിക്കും മുകളിൽ 240 കോടി രൂപയോളം ടോട്ടൽ ഇൻകം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഇവിടെ നമുക്ക് തരുന്നുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ ആണ്, വളരെ ഈസി ആയിട്ടുള്ള പ്ലാൻ ആണ്. ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ന് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ ഉള്ളത്. കാരണം എല്ലാം ഈ ഫുഡ് സപ്ലിമെന്റ് പ്രോഡക്റ്റുകളും അല്ലെങ്കിൽ മറ്റുള്ള പ്രോഡക്റ്റുകളൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന കമ്പനികളുടെ ഇടയ്ക്ക് ഗോൾഡും സിൽവറും എന്ന് പറഞ്ഞ് നമ്മൾ എൻ്റർ ആകുമ്പോൾ അതിലൊരു ക്രെഡിബിലിറ്റി വേറെ തന്നെയാണ്. ഒപ്പം തന്നെ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ലീഡേഴ്സ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്. നമുക്ക് വേണ്ടി ഒരു ഓഫീസ് പാലക്കാട് റെഡി ആയിട്ടുണ്ട്. അതിന്റെ ഇനാഗുറേഷൻ അടുത്ത ആഴ്ച തന്നെ ഉണ്ടായിരിക്കും. ശകുന്തള, പാലക്കാടിന്റെ സിറ്റിയിൽ തന്നെയാണത്. ശകുന്തള ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സതീഷ് സാറും അതുപോലെ ഉമ്മർ സാറും ഉൾപ്പെടെ വലിയ ലീഡേഴ്സ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ശൈലേന്ദ്ര സാർ, അദ്ദേഹമാണ് കമ്പനിയുടെ ഫസ്റ്റ് ID, അദ്ദേഹവും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെ ടീമിന്റെയും നമ്മളോടൊപ്പം വരുന്ന ലീഡേഴ്സിന്റെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി നമുക്ക് ഈ 5 ടൈപ്പ് ഇൻകം, ഡയറക്റ്റ് ഇൻകം, പെയറിംഗ് ഇൻകം, ഒപ്പം തന്നെ ഇൻട്രൊഡ്യൂസേഴ്സ് ഇൻകം, ടീമിന്റെ ഇൻകം, ഒപ്പം ഈ റിവാർഡുകളും എല്ലാം വായിച്ചുകൊണ്ട് ശരിക്കും ലൈഫിൽ സെറ്റിൽ ആവാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നോവാബിസ് നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടുത്തൊരു 5 വർഷം കൊണ്ട് ഈ എല്ലാ റിവാർഡും ഏൺ ചെയ്താൽ പോലും, അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് ഏൺ ചെയ്താൽ പോലും ലൈഫിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ഒരു പൊസിഷനിലേക്ക് നമുക്ക് കയറി വരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നോവാബിസ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായിട്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻട്രൊഡ്യൂസ് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യുക. അങ്ങനെ എൻ്റർ ആവുന്ന എല്ലാവർക്കും വലിയ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. വിഷ്വൽ